സംഗീതം തൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കുടുംബമായിരുന്നു അവരുടേത്. സംഗീത പഠനവും സ്കൂൾ പഠനവും ഒപ്പം കൊണ്ടുപോകുമ്പോൾ 8ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ആ കൗമാരക്കാരന് ഒരു മോഹം, ഒരു ഗായകനാവണം, സിനിമയിൽ പാടണം. ആ മോഹവുമായി ആ കൗമാരക്കാരൻ മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ വീട്ടിലറിഞ്ഞാൽ സമ്മതിക്കില്ല. തൻ്റെ ബന്ധുവും ഗായകനുമായ വേണുഗോപാലിനൊപ്പം വീട്ടുകാരറിയാതെ മദ്രാസിലേക്ക് വണ്ടി കയറി. വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല സിനിമയിൽ പാടുക എന്നത്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് ദേവരാജൻ മാഷുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി 1965 ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ പ്രശസ്ത പിന്നണി ഗായകൻ മെഹബൂബിൻ്റെ ഒപ്പം റിക്ഷാവാല എന്ന ഗാനത്തിന് കോറസ് പാടുവാൻ ഭാഗ്യമുണ്ടായി. ആരായിരുന്നു ആ സംഗീത സംവിധായകൻ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും രാഗപരിചയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ. 1945 തൃശ്ശൂർ ആറാട്ടുപുഴയിൽ ശങ്കരൻ, തങ്കമ്മ എന്നീ ദമ്പതികളുടെ 7 മക്കളിൽ ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു വിദ്യാധരൻ. ചെറുപ്പത്തിലെ സംഗീതത്തിൽ വളരെ നിപുണനായിരുന്നു. കുടുംബം തന്നെ സംഗീതമാണ്. മുത്തച്ഛനായ കൊച്ചക്കനായിരുന്നു ആദ്യം പഠിപ്പിച്ചത്. പിന്നീട് ഗോവിന്ദൻകുട്ടി പണിക്കറാശാൻ, വൈദ്യനാഥ ഭാഗവതർ, ശങ്കരനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്നെല്ലാം സംഗീത പഠനം പൂർത്തിയാക്കി. പക്ഷേ അതിനുശേഷമാണ് ഈ ഒളിച്ചോട്ടമൊക്കെ ഉണ്ടായത്. ഏതായാലും ദേവരാജൻ മാഷിൻ്റെ സ്നേഹത്തോടെയുള്ള സമീപനം, അദ്ദേഹം പറഞ്ഞു, നീ തിരിച്ച് വീട്ടിൽ പോകണം, അവിടുന്ന് പഠനം പൂർത്തിയാവണം എന്ന് പറഞ്ഞു. അങ്ങനെ വിദ്യാധരൻ തിരിച്ച് നാട്ടിലേക്ക് വരികയും തൻ്റെ പഠനം തുടരുകയും ചെയ്തു. ആ പഠനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം നാടകവേദികളിൽ പാട്ടുകൾ പാടാൻ തുടങ്ങി. അങ്ങനെ ബലിയാടുകൾ എന്ന നാടകത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം സംഗീതം സംവിധായകൻ്റെ കുപ്പായമണിയുന്നത്. മോഹങ്ങൾ ഞെട്ടറ്റ് വീഴുന്ന ഊഷരഭൂമി എന്നതായിരുന്നു ആ ഗാനം. വീണ്ടും കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 1984 എൻ്റെ ഗ്രാമം എന്ന സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് അവരോധിച്ചു. 4 ഗാനങ്ങളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. 4ഉം സൂപ്പർ ഹിറ്റ്. ആ ഗാനങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു ഗാനം, ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്ന, ലോക മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവർ സ്നേഹത്തോടെ ഓർത്ത് പാടുന്ന ആ ഗാനമാണ് ശ്രീരാഗത്തിൽ ചെയ്ത കൽപ്പാന്തകാലത്തോളം എന്ന ഗാനം. ശ്രീരാഗത്തിൽ ചെയ്തതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീരാഗത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ വിദ്യാധരൻ മാഷ് ചെയ്ത ശ്രീരാഗത്തിലുള്ളൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏതായാലും പിന്നീട് വിദ്യാധരൻ മാഷ് അന്ന് സംഗീതത്തിൽ, സിനിമാ സംഗീതത്തിൽ നെടും തൂണുകളാണ് നിൽക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഒരു നവാഗത പ്രതിഭ കടന്നു വരുന്നത്. പക്ഷെ തൻ്റെ പ്രതിഭ കൊണ്ട് അവർക്കൊപ്പം നിൽക്കുവാനും ധാരാളം മധുരമായ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുവാനും വിദ്യാധരൻ മാഷ്ക്ക് കഴിഞ്ഞു. ഏകദേശം 300-ലധികം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ ഒരുക്കി. ധാരാളം ഹിറ്റ് ഗാനങ്ങൾ, എല്ലാ ഭാവവും വിരിയുന്ന ഗാനങ്ങൾ, ദുഃഖവും സന്തോഷവും പരിഭവവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ തെളിഞ്ഞു. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാഷ്. സംഗീത സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും അദ്ദേഹം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഭൂതക്കണ്ണാടി, കഥാവശേഷൻ, എൻ്റെ ഗ്രാമം എന്നിങ്ങനെയുള്ള സിനിമകളിലൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങളിട്ട് അദ്ദേഹം കാണികളെ അത്ഭുതപ്പെടുത്തി. ധാരാളം ഗാനങ്ങളും അദ്ദേഹം പാടുകയുണ്ടായി. കഥാവശേഷൻ എന്ന സിനിമയിൽ കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എന്ന് ഭാവഗായകൻ ജയേട്ടൻ്റെ കൂടെ പാടുന്നത് നമ്മളാരും മറന്നിട്ടില്ല. ഒരു പടി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് നമ്മൾക്ക് അറിയാം. പാദമുദ്ര എന്ന സിനിമയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും, അതുപോലെ പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ എന്ന ഗാനം, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന ഗാനം, അതുപോലെ തന്നെ
കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനം, വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല എന്ന ഗാനം, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ, എത്ര മധുരോധരമായ ഗാനങ്ങളാണ് വിദ്യാധരൻ മാഷിൻ്റേതായിട്ട് നമ്മളിപ്പോഴും ഓമനിച്ചു കൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിദ്യാധരൻ മാഷിൻ്റെ ആദ്യ സിനിമയായ എൻ്റെ ഗ്രാമം എന്ന ആ സിനിമയിലെ ശ്രീരാഗത്തിൽ ചെയ്ത കൽപ്പാന്ത കാലത്തോളം എന്ന പാട്ടിൻ്റെ ഒരല്പം നിങ്ങൾക്ക് വേണ്ടി. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തിനി, കതിർമയിതമയന്തിനി. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽപ്പൂ. പ്രിയപ്പെട്ടവരെ, മലയാള സംഗീത അക്കാദമിയുടെ പേരിൽ ദേവരാജൻ മാഷിൻ്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുകയുണ്ടായി. പിന്നെ കേളി എന്ന സംഘടനയുടെ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ അവാർഡൊന്നും ആയിരുന്നില്ല. ഈ അവാർഡിലൊക്കെ എത്രയോ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം. ആ സംഗീതം, ആ അവാർഡ് ജനങ്ങളാണ്, നമ്മളാണ് നൽകിയത്. കാരണം അത്രയും മധുരോധരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഈ ഒരു എപ്പിസോഡിൽ, രാഗപരിചയത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വിദ്യാധരൻ മാഷെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കേവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംഗീത സംബന്ധിയായ പുതിയൊരു വിഷയമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനി.